ഗൈസ്, എൻ്റെ കയ്യിൽ കുറച്ചധികം മാമ്പഴം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മാമ്പഴത്തിൻ്റെ സീസൺ ആണല്ലോ. അപ്പോൾ നമുക്ക് ഈ മാങ്ങ വെച്ചിട്ടൊരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കി വെക്കാം. അപ്പോൾ നമ്മൾ ഈ മാമ്പഴം ഇതുപോലെ തൊലി ചെത്താനൊന്നും നിന്നില്ല, ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നോക്കിയതാണ്, പക്ഷേ സെറ്റായില്ല. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യണ പോലെ ഇതുപോലെ ഒന്ന് ചെത്തിയിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് അടർത്തിയെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ എല്ലാ മാമ്പഴവും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. എന്നിട്ട് ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക്, വലിയ ജാറാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതിലോട്ട് നമ്മൾ ചെത്തി വെച്ച് മാമ്പഴം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് അടിച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കാനായിട്ട് പാടില്ല. ഇപ്പോൾ നമ്മൾ മാമ്പഴമൊക്കെ നന്നായിട്ട് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടിയിലോട്ട് ഈ അടിച്ചു വെച്ച മാമ്പഴം ഇട്ട് കൊടുക്കാം. അതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 10 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിത് അടുപ്പത്തൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ കയ്യൊക്കെ പൊട്ടിത്തെറിക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ അത്യാവശ്യം വലിയൊരു കയ്യിലിട്ടിട്ട് വേണം ഇളക്കാൻ. പിന്നെ കയ്യിൽ എന്തെങ്കിലും ഇട്ട് വെക്കുകയാണെങ്കിൽ, വല്ല ഗ്ലൗസൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. എനിക്കിപ്പോൾ എൻ്റെ കയ്യിലേക്കൊക്കെ നന്നായിട്ട് അത്യാവശ്യം പൊട്ടിത്തെറിച്ചിട്ടുണ്ട്, നല്ല വേദനയാണ്. അപ്പോൾ സൂക്ഷിച്ചിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചെറുനാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് വീണ്ടും നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. ഞാനിപ്പോൾ ഒരു അരമണിക്കൂർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ ഒരു അരമണിക്കൂറോളം നമ്മൾ അടുപ്പത്ത് വെച്ച് ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ മാമ്പഴം ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാമ്പഴം ഒന്ന് തണുപ്പിക്കാനായിട്ട് വെക്കണം. അപ്പോൾ നമ്മുടെ മാമ്പഴത്തിൻ്റെ പൾപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കണ്ടെയ്നറിലേക്ക് ഇത് മാറ്റി വയ്ക്കാം. ഇത് ഓൾമോസ്റ്റ് 1 വർഷം വരെ ഇത് കേടാവാതെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. നമുക്ക് ഈ പൾപ്പ് ഉപയോഗിച്ചിട്ട് ഷേക്കോ ഐസ്ക്രീമോ സ്ക്വാഷോ അല്ലെങ്കിൽ മാങ്ങാത്തരയോ അങ്ങനെ എന്ത് ഐറ്റം വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. മാങ്ങയുടെ സീസൺ കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് വയ്ക്കാം. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പറാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ഓക്കെ, ബൈ, താങ്ക് യു.